2024 കേട്ടറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കേട്ടറ്റ് ഹിന്ദി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കേട്ടറ്റ് സിലബസ് അനാലിസിസിലൂടെ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമുകളിൽ വന്നിട്ടുള്ള അപ്ഡേഷൻസ്, പ്രധാന ടോപ്പിക്സ്, ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, ക്വസ്റ്റ്യൻസ് എന്നിവ നമുക്കിന്ന് പരിചയപ്പെടാം. ടോസ് അക്കാഡമി കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, LP-UP, PSC കോച്ചിങ്ങുകൾ നൽകി വരുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 2024 കേട്ടറ്റ് ഓൺലൈൻ ബാച്ചസിലൂടെ 1 മുതൽ 4 വരെയുള്ള കാറ്റഗറികളിലായി ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ വിഷയങ്ങൾക്ക് കോച്ചിങ് നൽകുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടറ്റ് വിജയികളുള്ള ഓൺലൈൻ അക്കാഡമിയാണ് ടോസ്. ടോസ് അക്കാഡമിയിലൂടെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പാസ്സാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അക്കാഡമിയുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കേട്ടറ്റ് ഹിന്ദി സിലബസ് പ്രകാരം ഹിന്ദി ഭാഷ, ലിപി, സാഹിത്യ ചരിത്രം, അതിൽ തന്നെ ആദികാൽ, മധ്യകാൽ, ആധുനിക് കാലിൽ ഗദ്യസാഹിത്യം, അതിലെ പല വിധകൾ, പ്രധാന സാഹിത്യകാരന്മാർ, അവരുടെ രചനകൾ, വ്യാകരൺ, ഭാഷാവിജ്ഞാൻ, കാവ്യശാസ്ത്ര, ഭാഷാ ശിക്ഷൺ ശാസ്ത്ര എന്നിങ്ങനെ നീളുന്നു പാഠ്യഭാഗങ്ങൾ. ഇതിൽ ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് പറയാൻ ഒന്നുമില്ല. കാരണം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ടോപ്പിക്കുകളും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ധാരാളം ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കുകളിൽ നിന്നും മാറി മാറി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാം. കേട്ടറ്റ് പരീക്ഷകൾ സ്കൂൾ തലത്തിലുള്ള അധ്യാപക യോഗ്യതയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ കണ്ട പുതിയൊരു ഏരിയയാണ് ഹൈസ്കൂൾ തലത്തിൽ, അതായത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകത്തെ ആധാരമാക്കി വന്ന ചോദ്യം. ചോദ്യത്തിൽ 10ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ഒരു പാഠഭാഗത്തിൻ്റെ പേര് നൽകിയിട്ട് അത് ഏത് തരം രചനയാണ് എന്ന രീതിയിൽ ചോദിച്ചിരുന്നു. ആ ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. केरल की 10वीं कक्षा की पाठ्य पुस्तक में संग्रहित आयाम कलाम के बहाने किस विधा की रचना है? ऑप्शन ए पटकथा, ऑप्शन बी नाटक, ऑप्शन सी फिल्मी लेख, ഓപ്ഷൻ ഡി ആത്മകഥ. ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകം കൂടി നോക്കി വെക്കണം എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ പാഠഭാഗവും അത് ഏത് വിധയാണ്, രചനാകാരൻ ആരാണ്, മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കി വെക്കുക. 10ാം ക്ലാസ് മാത്രമാക്കേണ്ട 8, 9, 10 ക്ലാസ്സിലെ പുസ്തകങ്ങൾ അറിഞ്ഞു വെക്കുക. കാരണം കേട്ടറ്റ് കാറ്റഗറി 3 എന്ന് പറയുന്നത് ഹൈസ്കൂൾ തലത്തിലുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ 8, 9, 10 ക്ലാസ്സിലെ പുസ്തകങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ഈ അധ്യാപികമാർക്ക് അല്ലെങ്കിൽ അധ്യാപകന്മാർക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നതും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ കൂടി കേട്ടറ്റ് പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ജനറലായിട്ട് നമ്മളൊരു രചന പഠിക്കുമ്പോൾ അതിൻ്റെ ലേഖകനെയും പ്രകാശൻ വർഷമൊക്കെ നോക്കി വെക്കാറുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് നമുക്കുണ്ടാവേണ്ടത് എന്നാണ് പുതിയ ചോദ്യപേപ്പറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അക്കാര്യം പറയാൻ കാരണം ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യം ഇതാണ്: രാംചരിത മാനസ് കാ ചൗഥാ കാണ്ഡ് കോൻസാ ഹെ? ഓപ്ഷൻസിലുള്ളത് ഉത്തർകാണ്ഡ്, സുന്ദർകാണ്ഡ്, അരണ്യകാണ്ഡ്, കിഷ്കിന്ധാകാണ്ഡ്. AD 1532 ജീവിച്ചിരുന്ന അക്ബറിൻ്റെ സമകാലീനായിട്ടുള്ള കവിയായിരുന്നു തുളസീദാസ്. തുളസീദാസിൻ്റെ 12 പ്രാമാണിക് രചനകളാണുള്ളത്. 12 എണ്ണത്തിൽ 4 എണ്ണം പ്രബന്ധകാവ്യങ്ങളാണ്. പ്രബന്ധകാവ്യ അല്ലെങ്കിൽ പ്രബന്ധാത്മക രചനകൾ. ഈ പ്രബന്ധാത്മക രചനയിൽ തന്നെ ഖണ്ഡകാവ്യങ്ങളുമുണ്ട്, പ്രബന്ധകാവ്യങ്ങളുമുണ്ട്. ഖണ്ഡകാവ്യമാണ് ശ്രീ രാമചരിത മാനസ്. പ്രബന്ധകാവ്യങ്ങളാണ് രാംലല നഹച്ചു, ജാനകി മംഗൾ, പാർവതി മംഗൾ എന്നിവ. മുക്തക കാവ്യങ്ങൾ 8 എണ്ണമാണുള്ളത്. കവിതാവലി, ഗീതാവലി, ശ്രീകൃഷ്ണ ഗീതാവലി, ദോഹാവലി, വിനയപത്രിക, ഭരവൈ രാമായൺ, വൈരാഗ്യ സന്ദീപിനി, രാമാഗ്യ പ്രശ്ന തുടങ്ങിയവ. ശ്രീ രാമചരിത മാനസ് തുളസീദാസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മഹാകാവ്യമാണ്. ഇതിലെ നായകൻ മര്യാദാ പുരുഷോത്തമായിട്ടുള്ള റാമാണ്. ഈ ഒരു രചനയുടെ ഭാഷ എന്ന് പറയുന്നത് അവധി ഭാഷയാണ്. അവധി സാഹിത്യത്തിലെ മഹത്തായ കൃതിയായിട്ടാണ് രാമചരിത മാനസിനെ കണക്കാക്കുന്നത്. തുളസി രാമായണെന്നും തുളസീകൃത രാമായണെന്നുമൊക്കെ ഈ ഒരു രചനയെ വിളിക്കുന്നുണ്ട്. AD 1574 രാമചരിത മാനസ് എന്ന രചനയുടെ ആരംഭം.
2 വർഷവും 7 മാസവും 26 ദിവസവും കൊണ്ടാണ് തുളസീദാസ് ഈ രചന പൂർത്തീകരിച്ചത്. വിക്രമി സംവത്തിൽ പറഞ്ഞാൽ 1631 വർഷം. രചനാകാലിനെ പറ്റി പറയുമ്പോൾ 26 ദിവസത്തിൻ്റെ കാര്യം പല ഗൈഡുകളിലും പറയുന്നില്ല. എന്നാൽ 2 വർഷം 7 മാസം 26 ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇത് പൂർത്തീകരിച്ചത്. രാമചരിതമാനസത്തിൽ 7 കാണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ബാലകാണ്ഡ്, രണ്ടാമത്തേത് അയോധ്യ, 3 അരണ്യകാണ്ഡ്, 4 കിഷ്കിന്ധാകാണ്ഡ്, 5 സുന്ദരകാണ്ഡ്, 6 ലങ്കാകാണ്ഡ്, 7 ഉത്തരകാണ്ഡ്. വാൽമീകി രാമായണത്തിൽ നിന്നാണ് ഈ പേരുകളൊക്കെ എടുത്തിട്ടുള്ളത്. മൂൽ രാമായണിൽ ലങ്കാകാണ്ഡ് യുദ്ധകാണ്ഡമാണ്. അത് പേര് മാറ്റി യുദ്ധകാണ്ഡം എന്ന് പേര് മാറ്റിയിട്ടുള്ളതാണ്. സബ്സെ ബഡാ കാണ്ഡ്, അതായത് ഏറ്റവും വലിയ കാണ്ഡം എന്ന് പറയുന്നത് അയോധ്യാകാണ്ഡാണ്. സബ്സെ ചോട്ടാ കാണ്ഡ് സുന്ദർകാണ്ഡുമാണ്. ഈ സുന്ദർകാണ്ഡിലാണ് തുളസിയുടെ വിശിഷ്ടാദ്വൈതവാദ്, ഒരു ദാർശനിക് വിചാറ്, വിശിഷ്ടാദ്വൈതവാദ് എന്ന തുളസിയുടെ ദാർശനിക് വിചാറ് വരുന്നത് സുന്ദർകാണ്ഡിലാണ്. ഉത്തർകാണ്ഡിൽ ഉപസംഹാര, സമാജ് കാ ചിത്രൺ, കലിയുഗ വർണ്ണൻ, രോഗോം കാ വർണ്ണൻ, സന്ത് അസന്ത് ലക്ഷൺ, രാംരാജ്യ വർണ്ണൻ, ഗ്യാൻ ഭക്തി കാ വിശദ് വർണ്ണൻ തുടങ്ങിയവയാണ് കാണാൻ സാധിക്കുന്നത്. രാമചരിതമാനസിൻ്റെ രചന തുടങ്ങിയതും അവസാനിച്ചതും ഒരിടത്ത് തന്നെയാണ്. അതായത് അയോധ്യയിൽ വെച്ചായിരുന്നു രചന തുടങ്ങിയതും പൂർത്തീകരണം ചെയ്തതും. കിഷ്കിന്ധാകാണ്ഡിൽ രചന ചെയ്തിരിക്കുന്നത് കാശിയിൽ വെച്ചാണ്. 4ാമത്തെ കാണ്ഡമാണ് കിഷ്കിന്ധാകാണ്ഡ്. കാശിയിൽ വെച്ചാണ് ഈ രചന ചെയ്തത്. തുളസീദാസ് ചിത്രകൂടിൽ തങ്ങി അത്രയും ദിവസം കൊണ്ടാണ് ഈ ഒരു കിഷ്കിന്ധാകാണ്ഡം പൂർത്തിയാക്കിയത്. അവധി ഭാഷയിൽ ദോഹ ചൗപ്പായി ശൈലിയിൽ എഴുതിയ രചനയാണ് രാംചരിതമാനസ്. അപ്പോൾ നമ്മുടെ ചോദ്യം രാംചരിതമാനസ് കാ ചൗഥാ കാണ്ഡ് കോൻസാഹെ എന്നുള്ളതായിരുന്നു. നമുക്കറിയാം 4ാമത്തെ കാണ്ഡമാണ് കിഷ്കിന്ധാകാണ്ഡ്. ശരി ഉത്തരം കിഷ്കിന്ധാകാണ്ഡ് എന്നുള്ളതാണ്. ഇവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ നോക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ ഒരു മാർക്ക് ചോദ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. കുംവർ നാരായൺ കി കിസ് രചന കോ വ്യാസ് സമ്മാൻ പ്രാപ്ത് ഹുവ? ഓപ്ഷൻ എ ഇൻ ദിനോം, ഓപ്ഷൻ ബി ആത്മജയി, ഓപ്ഷൻ സി കോയി ദൂസര നഹീം, ഓപ്ഷൻ ഡി അപ്നെ സാമ്നെ. ജ്ഞാനപീഠ പുരസ്കാരത്തിന് ശേഷം 2ാമത്തെ ഏറ്റവും വലിയ സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് വ്യാസ സമ്മാൻ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് 1991 മുതലാണ് വ്യാസ സമ്മാൻ നൽകി തുടങ്ങിയത്. KK ബിഡ്ല ഫൗണ്ടേഷനാണ് ഈ സമ്മാനം നൽകുന്നത്. ഫലകവും പ്രശസ്തി പത്രവും 4 ലക്ഷം രൂപയുമാണ് സമ്മാനാർഹനായ വ്യക്തിക്ക് ലഭിക്കുന്നത്. 1995 കുംവർ നാരായണൻ്റെ ആത്മജയി എന്ന കൃതിക്കാണ് വ്യാസസമ്മാൻ ലഭിച്ചത്. 2023 യാദേം യാദേം ഔർ യാദേം എന്ന പുഷ്പ ഭാരതിയുടെ സൻസ്മരൺ അഥവാ ഓർമ്മക്കുറിപ്പിനാണ് ഈ ഒരു വ്യാസ സമ്മാൻ എന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജ്ഞാൻപീഠ് പുരസ്കാർ, സാഹിത്യ അക്കാദമി പുരസ്കാർ, വ്യാസ സമ്മാൻ, സരസ്വതി സമ്മാൻ തുടങ്ങിയ പ്രധാന അവാർഡുകളും അതിൻ്റെ വർഷവും രചന ഏതാണെന്നും അവ നേടിയ ആളുകളെയും കൂടി നോക്കി വയ്ക്കണം. ഈ ഒരു ചോദ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ആ കാര്യം തന്നെയാണ്. അതായത് ഓരോ രചനയും അതിനെന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് വർഷമാണ്, അതിൻ്റെ രചനാകാരൻ ആരാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൂടി പഠിച്ചു വെക്കണം. ഇനി വ്യത്യസ്തമായിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കാം. കഥാനക് കോ സൂചിത് കർണേവാല ശബ്ദ് കോൻസാഹെ എന്നുള്ളതാണ് ചോദ്യം. കഥാനക് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ്. അപ്പോൾ ഓപ്ഷനിലുള്ളത് കഥോപകഥൻ, ആഖ്യാനക്, ചരിത്ര ചിത്രൻ, കഥാ സാമ്രാട്ട് എന്നിവയാണ് ഓപ്ഷൻസിൽ കിടക്കുന്ന 4 പോയിന്റുകൾ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ കഥോപകഥനാണ്. ഇവിടെ പര്യായ പദങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയിലാണ് ചോദ്യം വന്നത്. അതായത് കഥോപകഥൻ എന്ന് പറഞ്ഞാൽ നറേറ്റീവ്, അവിടെ ഉദ്ദേശിക്കുന്നത് കഥാനക് എന്നുള്ള ആ സ്ക്രിപ്റ്റ് എന്ന അർത്ഥം തന്നെയാണ് അവിടെ വരുന്നത്. ആഖ്യാനക് എന്ന് പറയുമ്പോൾ നറേറ്ററാണ്, ചരിത്രചിത്രൻ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ ചോദ്യങ്ങളും കേട്ടറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അനുസ്വാർ, അനുനാസിക് എന്നിവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അനുസ്വാർ, अनु का अर्थ है पीछे, जो स्वर के पीछे या बाद में उच्चरित हो अनुस्वार कहलाती है. अर्थात अनुस्वार स्वर के बाद नाक से उच्चरित होने वाली वह ध्वनि है. അനുസ്വാർ എന്ന് പറഞ്ഞാൽ സ്വരത്തിന് ശേഷം ഉച്ചരിക്കുന്ന ഒരു ധ്വനിനെയാണ്. അതായത് അനുസ്വാർ പ്രയോഗിക്കുമ്പോൾ
ആ പോലെയുള്ള ഏതെങ്കിലും ഒരു സ്വരാക്ഷരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പ്രയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അനുസ്വാർ പ്രയോഗിക്കുന്നതിനുള്ളൊരു നിയമത്തിനെ പഞ്ചമാക്ഷർക്കാ നിയമം എന്ന് പറയും. പഞ്ചമാക്ഷരം എന്ന് പറഞ്ഞാൽ ങ, ഞ, ണ, ന, മ എന്നിവയാണ്. ഏതെങ്കിലും ഒരു വർണ്ണത്തിന് മുൻപിൽ ആ വർഗത്തിൽപ്പെട്ട അഞ്ചാമത്തെ വർഗം, അതായത് പഞ്ചമാക്ഷരി വരുവാണെങ്കിൽ, പഞ്ചമാക്ഷരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ങ, ഞ, ണ, ന, മ എന്നീ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്തായിരിക്കും അനുസ്വാർ പ്രയോഗിക്കുന്നത്. സ്വരക്കെ ബാദ് ആനേവാല വ്യഞ്ജൻ ഹേ എന്ന് നമുക്കിതിനെ പറയാം. ഉദാഹരണമായിട്ട് ഠണ്ട എന്ന് എഴുതുമ്പോൾ ഢ, ണയുടെ പകുതി, എസ് പോലത്തെ ഡായ ദീർഘം. നമ്മളതിനെ അനുസ്വാറിലേക്ക് പ്രയോഗിക്കുമ്പോഴേക്കും ഠയുടെ മേളിലൊരു കുത്തിനെ നമ്മൾ ബിന്ദി എന്ന് പറയും. ബിന്ദി ലഗാക്കർ എസ് പോലത്തെ ഡായും ദീർഘവും കൊടുക്കുന്നു. ഠണ്ട എന്നുള്ളതിനെ നമുക്ക് അനുസ്വാർ ഉപയോഗിച്ച് മാറ്റി എഴുതാം. അതുപോലെ തന്നെ അന്ത്, സംബന്ധ് തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ അനുസ്വാർ പ്രയോഗിക്കുമ്പോൾ ഒരു ബിന്ദിയാണ് നമ്മൾ കൊടുക്കുന്നത്. അനുസ്വാറിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ബിന്ദു. കവർഗ് മുതൽ പവർഗ് വരെയുള്ള അക്ഷരങ്ങളിൽ അവസാന അക്ഷരങ്ങളാണ് പഞ്ചമാക്ഷരം. പഞ്ചമാക്ഷരി ശബ്ദങ്ങളുടെ ഉച്ചാരണം മൂക്കുപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അനുനാസിക ശബ്ദം ഉച്ചരിക്കുമ്പോൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒന്നിച്ചാണ് ശബ്ദം പുറത്തു വരുന്നത്. അനുസ്വാറിൻ്റെ ചിഹ്നം ബിന്ദി ആണെങ്കിൽ ചന്ദ്രബിന്ദു ആണ് അനുനാസികിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വാക്കുകൾ വരുമ്പോൾ ചാന്ത്, ആങ്ക്, കുവാം, ആസു തുടങ്ങിയവ ഇത്തരത്തിലുള്ള അനുനാസിക് ശബ്ദങ്ങളാണ്. അനുനാസിക് ശബ്ദങ്ങളും സ്വരത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഉച്ചരിക്കുന്നത്. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ ചന്ദ്രബിന്ദു ഉള്ള വാക്കുകളെ അനുനാസിക് ശബ്ദം നമുക്ക് പറയാം. ബിന്ദി ഇട്ടിരിക്കുന്ന വാക്കുകളാണെങ്കിൽ അത് അനുസ്വാറും ചന്ദ്രബിന്ദു ഉള്ളത് അനുനാസികും. അപ്പോൾ ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം വന്നിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ഇൻമേം അനുനാസികത സെ യുക്ത് ശബ്ദ് കോൻസാ ഹെ? ഓപ്ഷനിലുള്ളത് ദണ്ഡ്, പേട്, മേം, ഹാൾ. അനുനാസികത അഥവാ ചന്ദ്രബിന്ദു ഉള്ളതുകൊണ്ട് തന്നെ ഹാൾ എന്ന ശബ്ദം, അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് വന്നത്. അപ്പോൾ അനുസ്വാർ, അനുനാസികൊക്കെ വിരളമായിട്ട് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഭാഷാ വിജ്ഞാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഉച്ചാരൺ സ്ഥാൻ കെ ആധാർ പർ ദ കോൻസാ വ്യഞ്ജൻ ഹെ? ഓപ്ഷനിലുള്ളത് കണ്ഠ്യ, ദന്ത്യ, ഓഷ്ട്യ, മൂർധന്യ എന്നിവയാണ്. ഉച്ചാരണ സ്ഥാനമനുസരിച്ച് വർണ്ണങ്ങൾക്ക് പേരുകളുണ്ട്. അതുപോലെ ഏതെല്ലാം വർണ്ണങ്ങളാണ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഈ ചോദ്യത്തിന് നമുക്ക് ശരിയുത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. ഉച്ചാരണ സ്ഥാൻ ദന്താണെങ്കിൽ വർണ്ണത്തിൻ്റെ പേര് ദന്ത്യവർണ്ണം എന്നായിരിക്കും. വർണ്ണത്തിൽ വരുന്ന അക്ഷരങ്ങൾ ത, ഇദ്ധ, ദ, ഇദ്ധ, ന, ല, സ എന്നിവയായിരിക്കും. കണ്ഠാണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ കണ്ഠ്യവർണ്ണെന്നും അതിലെ വർണ്ണങ്ങൾ ആ, ആ, ക, ഖ, ഗ, ഘ, ങ, ഹ, അതുപോലെ വിസർഗവും വരും. മൂർധാണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ മൂർധന്യ വർണ്ണം എന്ന് വിളിക്കും. വർണ്ണങ്ങൾ വരുന്നത് ഋ, ഠ, ഢ, ഡ, ഢ, ണ, ര, ഷ എന്നിവയായിരിക്കും. താലുവാണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ താളവ്യ വർണ്ണം എന്ന് വിളിക്കും. ഇ, ഈ, ച, ഝ, ജ, ഝ, ഞ, യ, ശ എന്നിവയാണ് വർണ്ണങ്ങൾ വരുന്നത്. ഓഷ്ടാണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ ഓഷ്ട്യവർണ്ണം എന്ന് വിളിക്കും. ഉ, ഊ, പ, ഭ, ബ, ഭ, മ എന്നിവയായിരിക്കും വർണ്ണങ്ങൾ വരുന്നത്. നാസിക ഔർ മുഖ് ആണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ അനുനാസിക് വർണ്ണ എന്ന് വിളിക്കും. ങ, ഞ, ണ, ന, മ എന്നീ പഞ്ചമാക്ഷരം, അനുസ്വാർ ഔർ ചന്ദ്രബിന്ദു ഇത്രയുമായിരിക്കും വർണ്ണങ്ങളിൽ വരുന്നത്. കണ്ഠ് ഔർ താലു ആണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ കണ്ഠ താളവ്യ വർണ്ണം എന്ന് വിളിക്കും. വർണ്ണങ്ങൾ വരുന്നത് എയും ഐയുമായിരിക്കും. കണ്ഠ് ഔർ ഓഷ്ടാണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ കണ്ഠോഷ്ട്യ വർണ്ണം എന്ന് വിളിക്കും. ഓയും ഔവുമായിരിക്കും വർണ്ണത്തിൽ വരുന്നത്. ദന്ത് ഔർ ഓഷ്ടാണ് ഉച്ചാരണ സ്ഥാനെങ്കിൽ ദന്തോഷ്ട്യ വർണ്ണം എന്ന് വിളിക്കും. അതിൽ വരുന്ന വർണ്ണം വായാണ്. അപ്പോൾ ഇതാണ് ഉച്ചാരണ സ്ഥാനവും വർണ്ണങ്ങളുടെ പേരും അതിൽ വരുന്ന വർണ്ണങ്ങളും.
അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ദ എന്ന വർണ്ണം ഏത് തരം വ്യഞ്ജനമാണ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ദായുടെ ഉച്ചാരണസ്ഥാൻ ദന്ത് അഥവാ പല്ലായതുകൊണ്ട് തന്നെ ഇത് ദന്ത്യവർണ്ണിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ശരിയായ ഉത്തരം ദന്തിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ദ എന്ന വർണ്ണം ഏത് തരം വ്യഞ്ജനമാണ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ദായുടെ ഉച്ചാരണസ്ഥാൻ ദന്ത് അഥവാ പല്ലായതുകൊണ്ട് തന്നെ ഇത് ദന്ത്യവർണ്ണിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ശരിയായ ഉത്തരം ദന്തിയാണ്. സിലബസ് പ്രകാരം പഠിക്കുമ്പോൾ മെയിൻ ടോപ്പിക്കുകൾ മാത്രം നോക്കി പോകാതെ ആഴത്തിൽ അറിഞ്ഞു പഠിക്കുവാൻ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട കുറേ ചോദ്യങ്ങളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും നന്ദി.